കുഞ്ഞൂസിൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ആയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല, ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാഗും കുടയൊക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം അതൊക്കെ നല്ല കിടലോസ്കി ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും യൂണിഫോമൊക്കെ സ്കൂളിൽ തന്നെ തന്നിട്ടുണ്ട്, അപ്പോൾ അതും ആവശ്യമില്ല. പിന്നെ ഈ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യം നോർമലിൽ വന്നു, അവിടുന്ന് എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ താനൂരിൻ്റെ സ്വന്തം കോക്കിനൂർ ഷോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ലഞ്ച് ബോക്സ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നേ, അവരൊന്നും സെലക്ട് ചെയ്തു. ഞങ്ങളുടെ കുട്ടിക്കാലത്തും അച്ഛൻ ഇതേ ഷോപ്പിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദേ എൻ്റെ കുട്ടിക്കും ഞാൻ ഇതേ ഷോപ്പിൽ നിന്ന് തന്നെ വന്ന് വാങ്ങിക്കണം. എന്താല്ലേ, അതിനൊറ്റ കാരണമേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ രണ്ടുപേരുടെയും വീട് താനൂർ തന്നെയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവർക്കൊരു സ്ലിപ്പറും കൂടെ നോക്കണം കേട്ടോ. ഇവർക്ക് 6 മന്ത് ഒരു റെയിനി സീസൺ സ്ലിപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തിരഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നടന്നു. അങ്ങനെ അതും കിട്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു, മോൾക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ മോളെ എപ്പോൾ ഷോപ്പിൽ കയറിയാലും ഇത് തന്നെയാണ് കേട്ടോ, ടേബിളിൽ കയറി നിന്നിട്ട് അവൾക്ക് ആ ജ്യൂസും കൊണ്ടൊരു ആറാട്ട് നടത്തണം, ചെറിയ മോക്ക്. അവിടെ നേരെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോൾ. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതാ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയിട്ടോ. അവൾക്ക് വൈറ്റും ഒരു ചെക്കും ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് രണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ലഞ്ച് ബോക്സ്, അതുപോലെ സ്നാക്സ് ബോക്സ്, പെൻസിൽ ബോക്സ്, ക്രയോൺസ്, നോട്ട്ബുക്ക് ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്ലിപ്പർ, പെൻസിൽ, ഷാർപ്നർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു.